ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവനയിൽ പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അയോധ്യയിലെ ജനങ്ങൾക്ക് പോലും BJP-യെ ഭയമാണ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ BJP-യുടെ പരാജയത്തിലേക്ക് നയിച്ചത് എന്താണ്? നിലവിൽ താങ്കളൊരു BJP-യുടെ ദേശീയ ടീമിലേക്കുള്ള ഒരാളാണല്ലോ ഈ പറയുന്ന കർഷക മോർച്ചയിലേക്ക്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് അറിയാനായിട്ട് വലിയൊരു ആഗ്രഹം, എന്താണ് ഇവിടെ സംഭവിച്ചത്? അയോധ്യയിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി ഞാൻ പഠിക്കുകയുണ്ടായി. അതായത് അയോധ്യ ക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ടു. ആ ക്ഷേത്ര കോംപ്ലക്സ് തന്നെ വളരെ വലുതാണ്. അയോധ്യയിൽ എയർപോർട്ട് ഉണ്ടായി, റെയിൽവേ സ്റ്റേഷൻ വിപുലമായി, 6 വരി നാഷണൽ ഹൈവേ ഉണ്ടായി. അങ്ങനെ അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറി. ഈ സമയത്ത് അവിടുത്തെ പരമ്പരാഗത ഗ്രാമീണരുടെ ഇടയിൽ കോൺഗ്രസ് പാർട്ടിയും SP-യും സമാജ്വാദി പാർട്ടിയും നടത്തിയ കുപ്രചരണം ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. അതായത് പശുക്കളെ, നൂറുകണക്കിന് പശുക്കളെ അഴിച്ചുവിട്ട് വളർത്തുന്ന പരമ്പരാഗത രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പശുക്കൾ ഈ പറഞ്ഞ ക്ഷേത്ര കോംപ്ലക്സിലും അതുപോലെ തന്നെ ഹൈവേയിലും റൺവേയിലും ഒക്കെ അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ വരുമ്പോൾ അപകടങ്ങൾ പതിവായി. മാത്രമല്ല അവിടെയൊക്കെ ചാണകവും ഗോമൂത്രവുമായിട്ട് വൃത്തികേടായി. അപ്പോൾ പശുക്കളെ പിടിച്ചു കെട്ടി വളർത്തുന്ന ഒരു രീതിയിലേക്ക് മാറണം, അല്ലെങ്കിൽ പശുക്കൾക്ക് കോമ്പൗണ്ട് പ്രത്യേകമായി തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഭരണകൂടത്തിന്റെ നിർദ്ദേശം വന്നപ്പോ അവിടെ SP-യും കോൺഗ്രസും നടത്തിയ പ്രചരണം BJP പശു വളർത്തൽ നിരോധിച്ചിരിക്കുന്നു. ജനങ്ങൾ ഞെട്ടിപ്പോയി. അതുകൊണ്ടല്ലേ നിങ്ങൾ പശുവിനെ അഴിച്ചുവിടരുതെന്ന് ഗവൺമെന്റ് പറഞ്ഞത്. പശുവിനെ അഴിച്ചുവിടരുതെന്ന് ഗവൺമെന്റ് ഏതർത്ഥത്തിലാണോ പറഞ്ഞത്? അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തെറ്റിദ്ധാരണ നടത്തി. വേറൊന്ന്, ക്ഷേത്രത്തിലെ പൂജാരി വിഭാഗത്തിലും ക്ഷേത്രത്തിലെ ജോലിക്കാരുടെ വിഭാഗത്തിലും ഇതുവരെ ഉണ്ടായിരുന്ന 4-5 സമുദായങ്ങളുടെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ ഹിന്ദു സമുദായത്തിലുള്ളവർക്കും ക്ഷേത്രത്തില് ജോലി ചെയ്യാനുള്ള അവസരം കൊടുത്തു. അങ്ങനെ അവസരം കൊടുത്തപ്പോ ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ ഇടയിൽ അവർ പ്രചരണം നടത്തി, കേട്ടോ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം എടുത്തു കളഞ്ഞു, സകല ഹിന്ദുക്കൾ ഇപ്പൊ അമ്പലത്തിൽ കയറാൻ തുടങ്ങി, അതുകൊണ്ട് നിങ്ങളെ BJP ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു. അവര് പേടിച്ചു പോയി. അപ്പൊ അവരുടെയും എതിർപ്പുണ്ടായി. അത് മാത്രമല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് കൃത്യസമയത്ത് ഹാജരാവണം, കൃത്യമായി ജോലി ചെയ്യണം, വൈകുന്നേരം ഓഫീസ് അടയ്ക്കുന്നതിന് സമയമുണ്ട്, ആ സമയത്തെ പുറത്തിറങ്ങാവൂ. ഇങ്ങനെയൊക്കെയുള്ള കർശനമായ നിലപാട് രാജ്യത്തിനും ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുമെങ്കിലും നാളിതുവരെ കോൺഗ്രസ് പാർട്ടി അങ്ങനെയൊന്നും അല്ല പഠിപ്പിച്ചിരുന്നത്. വല്ലപ്പോഴും ഒന്ന് ഓഫീസിൽ വന്ന് ഒപ്പിട്ടേച്ച് പോയാൽ 1 മാസം ശമ്പളം കിട്ടും. ആ അവസ്ഥ മാറി. കാരണം പ്രധാനമന്ത്രിയും യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അവരൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് കാണുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ മടിയുള്ളവരുണ്ടാകും. അപ്പൊ അവർക്ക് ഈ ഗവൺമെന്റ് ഒന്ന് മാറി കിട്ടിയാൽ കൊള്ളാം, അവരെയും ഈ പറഞ്ഞ പ്രതിപക്ഷ കക്ഷികൾ ചാക്കിട്ടിട്ടുണ്ടാവും. ഈ ഫാക്ടറികളെല്ലാം ഒന്നിച്ച് പ്രവർത്തിപ്പിച്ച് അതിനെ സംയോജിപ്പിച്ചു. മാത്രമല്ല കഴിഞ്ഞ തവണ കോൺഗ്രസ് അത് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ UP-യിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഈ അയോധ്യ എന്ന് പറയുന്ന പാർലമെന്റ് സീറ്റിൽ 41 സ്ഥാനാർത്ഥികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, 40-ലധികം സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് മത്സരിച്ചിരുന്നു. അപ്പോൾ ഇത്തവണയോ, ഇത്തവണ 10-ൽ താഴെയായി ചുരുങ്ങി എന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരൊറ്റ മുന്നണിയുടെ പൊതു സ്ഥാനാർത്ഥി വരികയും ചെയ്തു. ഈ പറഞ്ഞ എല്ലാ ഫാക്ടറികളും കൂടി ചേർന്നിട്ടാണ് ഫൈസാബാദ് എന്ന് പറയുന്ന ഹിന്ദുവിന് അത്ര ശക്തമൊന്നുമല്ലാത്ത ആ മണ്ഡലം, ഫൈസാബാദ് എന്നുള്ള പേര് പോലും ആരും പറയല, അയോധ്യ എന്നാ പറയുന്നത്. ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥലം മാത്രമാണ് അയോധ്യ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായത്. പക്ഷെ തിരിച്ചടി എന്തായാലും തിരിച്ചടി തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് BJP വളരെ കൃത്യമായി പഠിക്കുകയും ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യുന്നതോടുകൂടി അതിന് വ്യക്തമായ മറുപടി കിട്ടും. ഇപ്പോ ഇത് ഉത്തരേന്ത്യയിൽ BJP-ക്ക് വലിയൊരു തിരിച്ചടി ചില സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഡൽഹിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ശക്തിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പോലും കൃത്യമായിട്ട് പ്രസ്താവനകൾ നടത്തുന്നത് ദില്ലിയിൽ നിന്ന് തന്നെ. അപ്പോ ദില്ലിയെ സംബന്ധിച്ച് അവിടെ BJP-ക്ക് ഒരു തിരിച്ചടി ഉണ്ടായില്ല. ഈ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ ഐക്യത്തിന്റെ കരുത്ത് പ്രധാനമായിട്ട് കാണേണ്ട ഒരു സംസ്ഥാനം തന്നെയായിരുന്നു ദില്ലി. അവിടുത്തെ 7 സീറ്റും BJP തന്നെ ഈ 3-ാം ഘട്ടത്തിൽ അധികാരത്തിലെത്തുമ്പോഴും അത് നേടിയിരിക്കുകയാണ്. അത് മോദിക്കൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ ഇന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ദില്ലിയിലെ ജനങ്ങൾ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്? അവിടുത്തെ മുഖ്യമന്ത്രി പോലും ജയിലിൽ അകപ്പെട്ടിട്ട് തിരിച്ച് ഇലക്ഷൻ വർക്കിന് വേണ്ടി മാത്രം താൽക്കാലിക ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചാണ്. അപ്പോ BJP-ക്ക് തിരിച്ചടി ഉണ്ടാകേണ്ട സ്ഥലത്ത് എങ്ങനെ ഇതൊരു പോസിറ്റീവായി മാറും? അത് ഇന്ത്യ സഖ്യത്തിന്റെ ഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യം കൊണ്ട് മാത്രം
നമുക്ക് ഉണ്ടാവുന്ന ഒരു തോന്നലാണ് ഇന്ത്യ സഖ്യം. അങ്ങനെ ഒരു സഖ്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിലെ DMK എങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ തൃണമൂലിനെ സഹായിക്കുക? പശ്ചിമ ബംഗാളിലെ തൃണമൂൽ എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ശിവസേനയെ സഹായിക്കുക? അപ്പോൾ പരസ്പര ബന്ധമില്ലാതെ ചിതറിക്കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികളുടെ ഒരു ഒരു ഐക്യമുന്നണി എന്നൊന്നും പറയത്തില്ല. ഐക്യമുന്നണി ആയിരുന്നുവെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഐക്യം അവിടെ പോയി? അവിടെ കണ്ടില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് ഡൽഹിയില് ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഇത്തവണ കോൺഗ്രസ് വന്നു. കഴിഞ്ഞ തവണ ഇല്ല, ഇത്തവണ കോൺഗ്രസ് വന്നു. അങ്ങനെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ സീറ്റ് ഷെയർ ചെയ്തു. അങ്ങനെ സീറ്റ് ഷെയർ ചെയ്തപ്പോൾ 4 ആം ആദ്മി പാർട്ടിക്ക് 3 കോൺഗ്രസിനും കൊടുത്തു. അപ്പൊ ഇതാ ഇന്ത്യ മുന്നണി ഡൽഹി പിടിക്കാൻ പോകുന്നു, വലിയ വാർത്തയായിരുന്നല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? വലിയ ഭൂരിപക്ഷത്തോടു കൂടി BJP തിരിച്ചു വന്നു. ഇതൊക്കെ വളരെ വ്യക്തമായ സൂചനയാണ്. ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്നു. പഞ്ചാബിൽ ഉണ്ടായിരുന്ന സീറ്റും കൂടി ആം ആദ്മിക്ക് കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രാദേശിക പാർട്ടികളുടെ അപ്രമാദിത്യം എന്ന് പറയുന്നത് ഇനി അവശേഷിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രമാണ്. തമിഴ്നാട്ടിൽ പോലും BJP ഒരു മുന്നണി എന്ന നിലയിൽ വിപുലീകരിച്ചിരുന്നു എങ്കിൽ 13 സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തമിഴ്നാട്ടിൽ കിട്ടുമായിരുന്നു എന്നാണ് കണക്കുകൾ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗും സോഷ്യൽ എഞ്ചിനീയറിംഗും പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗും കുറെ കൂടി കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ 400 സീറ്റുകളിലേക്ക് ഇന്ത്യ നാഷണൽ ജനാധിപത്യ സഖ്യം തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ പ്രാദേശിക പാർട്ടികളുടെ ഈ ഒരു സഹായത്താലും പിൻബലത്താലും കോൺഗ്രസിന് നേടിയ നേട്ടം, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് കൂടി ഉണ്ടായ നേട്ടം, ഉത്തർപ്രദേശിലാണെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ ഉണ്ടായ നേട്ടം, തമിഴ്നാട്ടിലാണെങ്കിൽ DMKയുടെ ഔദാര്യം കൊണ്ടുണ്ടായ നേട്ടം, ഇതല്ലാതെ എന്ത് നേട്ടമാണ് ഉണ്ടായത്? BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം ഉണ്ടായിട്ട് പോലും കർണാടകത്തിൽ BJP ബഹുദൂരം മുന്നിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടതാ. അപ്പോൾ ഹരിയാനയാണെങ്കിലും കർണാടകമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് അവര് ഭരണത്തിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം, തെലങ്കാന ആണെങ്കിലും അവിടെയൊക്കെ മുന്നേറ്റം ഉണ്ടായത് ആർക്കാ? മുന്നേറ്റം ഉണ്ടായത് BJPക്കാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും അതെ. അപ്പോൾ വരാൻ പോകുന്ന ഒരു വലിയ BJP മുന്നേറ്റത്തിന്റെ സൂചന ഇവിടെ വന്നു കഴിഞ്ഞു. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇത്തവണ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തന്നെ ആയിരുന്നില്ല. ലോകത്തെ പേരെടുത്ത് പറയാവുന്ന ചൈന, പാകിസ്ഥാൻ, ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളുടെ അന്തർദേശീയ താല്പര്യവും 3ാം ലോകശക്തിയായി ഉയരുന്ന ഇന്ത്യയെ പിടിച്ചുകെട്ടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ പടയോട്ടത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തിരുന്നു. ആ പരിശ്രമങ്ങളുടെ ഫലവും കൂടിയാണ് ഇത്തവണ ഇത്രയെങ്കിലും സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത്. ഏതായാലും വാക്സിനേഷൻ കിട്ടിയ ഒരു BJPയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അടുത്ത ലോക്സഭാ ഇലക്ഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനുകൾ ഇതിലൊക്കെ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ തിരിച്ചുവരവായിരിക്കും BJP നടത്തുക. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ ഇവർക്ക് സാധിക്കില്ല എന്നൊരു കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലൊക്കെ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അട്ടിമറി വിജയം NDA സഖ്യം നേടിയാൽ യാതൊരു വിധത്തിലും അത്ഭുതപ്പെടാനില്ല. കാരണം അതനുസരിച്ചുള്ള കരുനീക്കങ്ങളോടും ശക്തരായ സ്ഥാനാർത്ഥി നിർണയത്തോടും വ്യക്തമായ കർമ്മപദ്ധതിയോടും കൂടിയായിരിക്കും ദേശീയ ജനാധിപത്യ സഖ്യം രംഗത്തിറങ്ങുക. അവിടെ BJPയുടെ വോട്ട് അല്ലെങ്കിൽ NDAയുടെ വോട്ട് എന്നുള്ള കണക്കിനപ്പുറം തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? തൃശ്ശൂരിൽ ജയിക്കാമെങ്കിൽ പാലക്കാട് ജയിക്കാം, ചേലക്കര ജയിക്കാം എന്നുള്ള ഒരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ വയനാട്ടിലെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടും മുസ്ലിം ഭൂരിപക്ഷത്തെ മറികടക്കുക ഒറ്റത്തവണ കൊണ്ട് എളുപ്പമല്ലാത്തത് കൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയം ഒരുപക്ഷെ BJPക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്ര എളുപ്പമായിരിക്കില്ല. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളാണ് പയറ്റുന്നതെങ്കിൽ ചിലപ്പോൾ ജയിച്ചു എന്നും വരാം. ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ അടക്കം ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റം. വളരെ നന്ദി സാർ, ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചതിന്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പ്രസ്താവന അത് തികച്ചും അപലപിക്കപ്പെടേണ്ടതാണ്. രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്ന പ്രസ്താവന തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല.
വരുന്ന ദിവസങ്ങളിൽ ഇതിനുള്ള മറുപടി രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഈ രാഹുൽ ഗാന്ധിക്കും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും നേരം നമ്മളെ വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. വന്ദേ മാതരം.